ഉരുപ്പടിയാ നിങ്ങൾ ഈ അലമാരയുടെ കൊണമതി ആരും പറയാതെ എന്റെ കലണ്ടർ ഇങ്ങോട്ട് എടുക്ക. പാലിന്റെ കണക്ക് മുഴുവനും അതിലെഴുതി വെച്ചേക്കുന്നത്. പിടിക്കും. ഈ സാധനമല്ലേ എന്റെ പട്ടി പിടിക്കും. ആ കലണ്ടർ ഇങ്ങോട്ട് എടുക്കും മനുഷ്യ. എടുക്കുന്ന ആ പണ്ടാരക്കാലത്ത് ഇതിന്റെ പുറകിൽ ആണയും വെച്ചിട്ടുണ്ടായിരുന്നോ? വല്ല വിഷവും പുരട്ടിയതായിരിക്കും കേട്ടോ. രാവിലെ തന്നെ അമ്മയാണല്ലോ. ഹലോ. ആ എടാ, നിന്റെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ അലമാരയുടെ എന്തോ കൊണ്ടിട്ടില്ലേ? അച്ഛന്റെ കൈ മുറിഞ്ഞു. കുടുകൂടാന്നാ ചോര പോകുന്നേ. ദേ ചോര നിൽക്കുന്നില്ല. അയ്യോ, എന്നിട്ട് ആശുപത്രി കൊണ്ടുപോയില്ലേ? ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ അലമാര കൊണ്ട് എന്നാക്ക് ബുദ്ധിമുട്ടാണെന്ന് അറിയാവോ? മനുഷ്യന് നിന്ന് തിരിയാൻ ഇവിടെ സ്ഥലമില്ല. ആ അലമാര എടുത്ത് ഞാൻ എന്ത് ചെയ്യാൻ അമ്മേ? കൊണ്ടുപോയി കളയാൻ പറ്റുമോ? ഓ, എന്നാ ഞങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് നീ പറയുന്നേ. നിന്റെ അമ്മായിയച്ഛൻ മേടിച്ചു തന്ന മുഴുത്ത അലമാരയല്ലേ? നീ അത് ബാംഗ്ലൂർക്ക് കൊണ്ടുപോയിക്കോ. ആ അലമാര വലിയ പ്രോബ്ലം അല്ലോ. അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നു. എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. ആ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും ഒരു വിലയുണ്ടെങ്കിലല്ലേ എന്റെ അലമാരിക്ക് ഉണ്ടാവും. ഇന്ന് മിക്കവാറേ എനിക്ക് ബോണസ് കിട്ടും. ഞാൻ ബോണസ് തന്നെയല്ലേ പറഞ്ഞേ? ഒരു മിനിറ്റ്. ഇത് ടാലി ആവുന്നില്ലല്ലോ. ഇതൊക്കെ വാങ്ങിയതുപോലെ ഈ വീട് മുഴുവൻ ഫർണിഷ് ചെയ്യണം നമുക്ക്. വില കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. എനിക്ക് വേണമെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. നമുക്ക് വേണമെങ്കിൽ അതെടുക്കാം. ഏയ്, അത് വേണ്ട. നമുക്കിങ്ങനെ പതിയെ പതിയെ കല്ലിൻ്റെ മേൽ കല്ല് കയറ്റി വെച്ച് മെല്ലെ ഓരോന്നായിട്ട് വാങ്ങാം. അതാ അതിൻ്റെ ഒരു സുഖം. അമ്മ. ഹലോ അമ്മേ. മോളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം അമ്മേ. ഞങ്ങളിത് ഫർണിച്ചറൊക്കെ വാങ്ങിച്ചു വന്നു. ആണോ? ദേ, അടുത്ത ആഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അമ്മേ അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഒരു മിനിറ്റ്, ഞാൻ കൊടുക്കാം. ഹലോ അമ്മേ. അമ്മയല്ല, അച്ഛനാ. ഞങ്ങൾ അടുത്ത ആഴ്ച അങ്ങോട്ട് വരുന്നുണ്ട് മോനെ. നിങ്ങളുടെ ഫ്ലാറ്റും ആ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാലോ. അച്ഛൻ വന്നോ? പക്ഷേ ഞങ്ങൾക്ക് ലീവൊന്നുമില്ല. അത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് എന്നും ലീവാ. അതുകൊണ്ട് ശനി ഞായറും കണക്കാക്കിട്ട് വരാം കേട്ടോ. ആയിക്കോട്ടെ. അപ്പൊ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയേ? കല്ലുമ്മേ കല്ല്. എന്ത് ചട്ടി? എന്താടാ? കണ്ടില്ലേ സ്ഥലം കയ്യേറിയിരിക്കണം. നിങ്ങളോട് പല പ്രാവശ്യം ചോദിച്ചാ സ്ഥലം കൊടുക്കുന്നുണ്ടോന്ന്. ചെട്ടി ഇപ്പൊ ഈ സ്ഥലം കയ്യേറി. ഞങ്ങളുടെ ബിൽഡിംഗ് പണിയാൻ പോവാ. നല്ല വില തരാൻ ഞങ്ങൾ ഇപ്പോഴും തയ്യാറാ. കൊടുക്കണോ? എന്തിനാ ഞങ്ങളുടെ പറമ്പിക്കര ഉണ്ടാക്കിട്ട് വന്നിട്ട് ഞാനിപ്പോഴല്ലേ കാണുന്നത്. കൂട്ടുകാരനാ. വേണ്ട, ഇവിടെ എങ്ങനെയെങ്കിലും ഇറക്കി വിടണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും കേട്ടോ. നമുക്ക് കേസ് കൊടുക്കാം. അല്ലാതെ കേസൊന്നുമില്ല, നല്ല പെടയെ കൊടുക്കണ്ട്. ഈ തടീനട്ടെ അവനിട്ട് കൊടുക്കാൻ പറ്റൂല. എടാ, നീ ഒന്ന് അടങ്ങ്. ഇവിടെ കോടതി നിയമമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. ഇറക്കിയിരിക്കും. ബായ്, ഇത് പോതുമാ. ബസ് ശ്രീറാം ഷെട്ടിയുടെ എന്റെ ഒരു കൊളീഗിന്റെ സ്ഥലം ഇതുപോലെ കയ്യേറിയതല്ലേ? അവൻ മേടിച്ച സ്ഥലത്ത് അവകാശം ഉണ്ടെന്ന് പറഞ്ഞ് അകന്ന ബന്ധത്തിൽപ്പെട്ടവർ രേഖകളൊക്കെ ആയിട്ട് വന്നു. പിന്നെ കേസും കൂട്ടുമൊക്കെ ആയി. കേസിൽ തോക്കുമെന്നായപ്പോൾ കയ്യേറിയവർ ഗുണ്ടകളെ ഇറക്കി. ഫൈനലി കിട്ടിയ കാശിന് സ്ഥലം അവർക്ക് തന്നെ കൊടുക്കേണ്ടി വന്നു. ആണോ? ബാംഗ്ലൂരിൽ പുതിയതായതുകൊണ്ടാണ് നിനക്കതൊന്നും അറിയാത്തത്. ആ സ്ഥലം കിട്ടുന്ന വിലക്ക് കൊടുക്കു ചേട്ടാ. മെറിൻ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലേ.
എന്തിനാ വെറുതെ വേണ്ടാത്ത പുലിവാലൊക്കെ പിടിക്കുന്നത്? നിനക്കത് പറയാം. ഞങ്ങളിന്ന് വക്കീലിനെ കണ്ടു. പുള്ളി നാളെ കേസ് ഫയൽ ചെയ്യും. ഞങ്ങളെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച കാശ് കൊണ്ട് വാങ്ങിയ സ്ഥലമാ. അങ്ങനെ കളയാൻ പറ്റുമോ? ആ, അമ്മയും അച്ഛനും മറ്റന്നാ വരും. ആ, അത് ശരിയാണല്ലോ. അവരെവിടെ കിടത്തും? നമുക്കൊരു ബെഡ് ഇട്ടിട്ട് ഗസ്റ്റ് റൂമിൽ കിടത്താം. എന്നാലും ആ ഷെട്ടിയുടെ ഒരു അഹമ്മതി നോക്കണേ. അച്ഛനും അമ്മയും വരുമ്പോ എന്തെങ്കിലും മേടിക്കണ്ടേ? ഒരു തുണ്ട് ഭൂമി കഷ്ടപ്പെട്ട് മേടിക്കുന്നതിന് അത് പോകുമ്പോഴുള്ള വില അറിയൂ. ആ സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ വില എന്താണെന്ന് അറിയോ നിനക്ക്? എനിക്കറിയണ്ട. ആ, അതാ നിന്റെ കുഴപ്പം. അച്ഛനും അമ്മയും വരുന്നു എന്ന് പറഞ്ഞിട്ട് അവര് ബസ്സിനാണോ ട്രെയിനിനാണോ വരുന്നത്? അവരിവിടെ വന്നിട്ട് വീട്ടിലോട്ട് എങ്ങനെ വരും? അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചേട്ടൻ അന്വേഷിച്ചോ? അത് ശരിയാണല്ലോ. അവര് ട്രെയിനിനാണോ ബസ്സിനാണോ വരുന്നത്? ഇത് ഉണങ്ങുന്നില്ലല്ലോ. നിങ്ങളെ കയ്യിൽ പന്തോ ചുറ്റിക്കൊണ്ടിരുന്നോ? അവരെ ബാംഗ്ലൂർക്ക് പോവുക. ഒടുക്കം നമ്മൾ രണ്ടാം തരക്കാരാകും. ആ ലളിതയില്ലേ ആദ്യ സാമർത്ഥ്യക്കാരിയാ. അയ്യോ, അവരൊന്ന് ബാംഗ്ലൂർ പോകുന്നതിന് നീ എന്തിനാണ് ഈ എഴുതാപ്പുറം വായിക്കുന്നത്? അല്ല, അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ മോനല്ലേ. അവന് നട്ടല്ലെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? എടി, നീ എന്നെ ഇങ്ങനെ ചവിട്ടുന്നത് കണ്ടിട്ടില്ലേ അവൻ വളർന്നത്? പിന്നെ അവൻ എങ്ങനെയാണ് ഈ നട്ടലുണ്ടാവുന്നത്? ആഹാ, എന്നിട്ട് അലമാരയുടെ കൈ പോയപ്പം ഞാനല്ലേ ഉള്ളി പെനോയിൽ കലക്കി തരാൻ. എടി, അത് നിന്റെ പാലിന്റെ കണക്കെഴുതിയ കലണ്ടർ എടുക്കാനല്ല ഞാൻ ഈ അലമാരയുടെ. അലമാരുണ്ടാക്കി ഒരു ഗതികേടും. എടി, അത് കലങ്ങിയില്ലടി. നിങ്ങളുടെ കൈക്കല്ലേ കുഴപ്പമുള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയിരുന്ന് ആ കാലിട്ട് കലക്ക്. ഒരു അലമാരം എന്തൊരു കഷ്ടമാന്ന് പറ. നീ എന്തോന്നാണ് ഈ തേച്ചോണ്ടിരിക്കുന്നത്? മര്യാദയ്ക്ക് പഠിച്ചേ. ഇവിടെ ഒരു ബിക്കാനീർ. എന്താടി നിന്റെ ബക്കാടീർ? ആ, കണ്ടില്ലേ പഠിച്ചോണ്ടിരിക്കുന്നത്? ആ, പഠിച്ചോണം. അല്ലെങ്കിൽ കണ്ട വീട്ടിൽ പോയി ഇങ്ങനെ കാടിയും കലക്കി ഇരിക്കേണ്ടി വരും. എന്റെ ഗതികേട് വരും നിനക്ക്. നമുക്കൊരു യൂബർ വിളിച്ച് വന്നാ പോരായിരുന്നോ ചേട്ടാ? യൂബർ നമ്മൾ ട്രൈ ചെയ്തിട്ട് കിട്ടാത്തോണ്ടല്ലേ. പിന്നെ ബാംഗ്ലൂർ വരുമ്പോൾ ഓട്ടോറിക്ഷയിൽ പോകുന്നതല്ലേ അതിൻ്റെ ഒരു സുഖം അല്ല അച്ഛാ? ആ, റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് ദൂരല്ലേ ഇങ്ങോട്ട്? അതെ, പക്ഷെ സ്വാദിക്കതാ സൗകര്യം. പിന്നെ ഓഫീസേ അടുത്താ. എല്ലാവരും ആ അലമാരം ഇങ്ങോട്ട് കൊണ്ടുവരാഞ്ഞത് മോശമായിപ്പോയി. നിങ്ങളുടെ ഉപയോഗത്തിനല്ലേ നമ്മളതൊക്കെ വാങ്ങിച്ചു തരുന്നത്. ഞങ്ങൾ വാങ്ങിച്ചെന്ന അലമാര നാട്ടിലിട്ടിട്ട് പോകുന്നത് ഒട്ടും ശരിയായില്ല. അത് പിന്നെ അച്ഛാ, അത് ഒരു ലോറിയിലൊക്കെ കയറ്റിയും കൊണ്ടുവരണ്ടേ. പോരാത്തതിന് അതിന് ഭയങ്കര ഭാരവും വലിപ്പവും. അതുകൊണ്ടാ. നോക്കി, എന്ത് വലിയ മിസൈലാ ആ ലോറിയിൽ കെട്ടി വലിച്ചോണ്ട് പോകുന്നത്. അത്രയൊന്നും വരില്ലല്ലോ ഒരലമാര. അമ്മയാണല്ലോ. ഹലോ. ആ, ഹലോ അമ്മേ. അരുണില്ലേ ഇവിടെ? അരുണേട്ടൻ കുളിക്കുകയാണല്ലോ. ആ, കുളിച്ചിറങ്ങുമ്പോഴേ ഞാൻ വിളിച്ചെന്നൊന്ന് പറഞ്ഞേക്ക്. ശരി എന്നാ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? അമ്മ വിളിച്ചെന്ന് പറയാൻ പറഞ്ഞു. ആ, ഹലോ അമ്മേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ആ, ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അമ്മേ. ദിവ്യയുടെ വല്ല റിസൾട്ടും വന്നോ? ആ, 1-2 വന്നടാ. അതിനൊന്നും കിട്ടിയില്ല. ഇനി ബിക്കാനീറിന്റെ കൂടെ വരാനുണ്ട്. അതിന് കിട്ടുമെന്ന് അവള് പറയുന്നത്. ദയവ് ചെയ്ത് ബിക്കാനീറിന്റെ കാര്യം മാത്രം എന്നോട് പറയരുത്. അവളെ പോലെയുള്ള മണ്ടിമാർ എക്സാം എഴുതുന്നോണ്ട് അവർ റിസൾട്ട് പുറത്തു വിടാത്തതാ. അതെന്നാടാ നീ അങ്ങനെ പറഞ്ഞേ? അല്ലാതെ ഞാനെന്തു പറയാനാ?